എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ കുഴിപ്പണിയാരം വീഡിയോ ആണ്. നമ്മുടെ വീട്ടില് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ നിത്യവും തയ്യാറാക്കി എടുക്കുന്നത് ഇഡ്ഡലിയും ദോശയുമാണ്. ഇതൊരു വെറൈറ്റി ആയിട്ട് ഇഡ്ഡലി മാവ് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു ചെറിയ മുരിമരിപ്പോട് കൂടി തന്നെയാണ് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നത്. അത് നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ നമുക്കിത് വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പണിയാരം ഞാനിവിടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നല്ലൊരു തേങ്ങാ ചട്നിയാണ്. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള കുഴിപ്പണിയാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. പണിയാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവില് ഇഡ്ഡലി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ റൈസ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ പണിയാരം നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വീർപ്പോടുകൂടി പൊങ്ങി കിട്ടാനായിട്ട് 1/4 കപ്പ് അളവില് പൊന്നി റൈസ് കൂടി എടുക്കുന്നുണ്ട്. ഇത് ചോറ് വയ്ക്കുന്ന പൊന്നി റൈസ് ആണ്. നിങ്ങളുടെ കൈവശം പൊന്നി റൈസ് ഇല്ലെങ്കിൽ ചോറ് വയ്ക്കുന്ന പുഴുങ്ങലരി എടുക്കാവുന്നതാണ്. പൊന്നി റൈസും പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രയുമായാല് 1/4 കപ്പ് അളവില് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഉഴുന്നും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. തയ്യാറാക്കുന്ന ഈ ഒരു അളവുകള് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിക്കൂട്ടിന്റെ അളവുകളാണ്. കറക്റ്റ് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയും തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഇനി നല്ല പോലെ ഈ അരി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ അരിയും ഉഴുന്നും ഒക്കെ ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോ ഉഴുന്ന് സെപ്പറേറ്റ് ആയിട്ടും കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കാവുന്നതാണ്. ഞാനിപ്പോ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി ഈ കൂട്ടിലേക്ക് ഒരു 1/4 കപ്പ് അളവില് ചവ്വരി കൂടെ നമുക്ക് ചേർക്കാം. കൂടെ തന്നെ ഒരു നുള്ള് ഉലുവ കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഒന്നുകൂടെ കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ അരിയെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുതിർന്ന് വരാനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് അരി അരച്ചെടുക്കേണ്ടത്. നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി കഴിഞ്ഞാൽ വെള്ളം മാറ്റേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നമുക്കിതൊന്ന് 3-4 മണിക്കൂർ നേരത്തേക്ക് അരി കുതിർന്ന് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അരി ഇവിടെ കുതിർത്താൻ ഇട്ട് വെച്ചിട്ട് 3-4-5 മണിക്കൂർ ആയിട്ടുണ്ട്. കുതിർന്ന അരി ഒന്ന് തുറന്ന് നോക്കാം. നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. നമുക്കൊരു 2 തവണകൾ കൊണ്ടാണ് അരി അരച്ചെടുക്കാൻ സാധിക്കുന്നത്. ഈ ജാറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം അരി കുതിർത്തിയത് തന്നെയാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇവിടെ ആദ്യ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു മൺകലത്തിലേക്കാണ് മാറ്റുന്നത്. ഈ രണ്ടാമതും നമുക്കിതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം. രണ്ടാമത്തെ അരിയും അരച്ചതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ മാവ് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. മാവ് അരച്ചെടുക്കുമ്പോൾ ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടാവുമല്ലോ, അത് തവി വെച്ച് നല്ലോണം ഇളക്കി ഒന്ന് മാറ്റിയെടുക്കാം. അതുപോലെ മാവ് അരച്ച് നമ്മൾ വെക്കുമ്പോൾ ഇതുപോലെ മൺകലത്തിൽ വെക്കുവാണെങ്കിൽ മാവ് അരയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ചൂട് നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ സാധിക്കും. മാവ് അധികം ഒന്നും വെള്ളം ചേർത്തിട്ടില്ല. നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി മാവ് പൊങ്ങി കിട്ടാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ രാവിലെയാണ് കുഴിപ്പണിയാരം തയ്യാറാക്കി എടുക്കാനും പോകുന്നത്. മാവൊന്ന് പൊങ്ങി വരട്ടെ, അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ മാവ് ഒന്ന് തുറന്ന് നോക്കുവാണ്. മാവ് നല്ല ഫ്ലഫി ആയിട്ട് അതഞ്ഞു പൊങ്ങിയിട്ടുള്ള രീതിയിലാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുവാണ്. ഒരു നുള്ളു പഞ്ചസാര കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഈ മാവിലേക്ക് കുറച്ച് നല്ലെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറുത്തെടുത്തിട്ടുള്ളതാണ് നമുക്ക് ചേർക്കാം. നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. മാവിപ്പോ ഇതുപോലൊരു അയവിലേക്ക് നമ്മളിപ്പോ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് പണിയാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് പണിയാരം തയ്യാറാക്കി എടുക്കാനുള്ള ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒന്ന് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കുഴികളിലേക്ക് ഓരോ തവി മാവും കോരി വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടിയും കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ ഫ്ലഫി ആയിട്ട് പൊങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിവിടെ എല്ലാ പണിയാരങ്ങളും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അടുത്ത് മാറ്റാം. ഇനി ഓരോന്നായിട്ട് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അങ്ങനെ ആദ്യ പണിയാരങ്ങളെല്ലാം നമ്മൾ ഇവിടെ മുരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിതുപോലെ തന്നെ മുരിയിച്ചെടുക്കാം. അങ്ങനെ രണ്ടാമതും നമ്മൾ പാനിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുവാണ്. വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ അപ്പങ്ങളും
നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അരികു ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് മുരിവായി വരുന്നത് നോക്കിയിട്ട് വേണം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാനായിട്ടും. അങ്ങനെ രണ്ടാമത്തെ പനിയാരങ്ങളും ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗവും നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം. അങ്ങനെ നമ്മുടെ പനിയാരങ്ങളെല്ലാം ഞാനിവിടെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ഫ്ലഫി ആയിട്ടാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല തേങ്ങാ ചട്നിയുടെ ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. നിത്യവും തയ്യാറാക്കുന്ന ഒന്നാണ് ഇഡ്ഡലിയും ദോശയും. അപ്പം അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഇതുപോലെ കുഴിപ്പണിയാരം ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പനിയാരത്തിന്റെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.